വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാവിലെ തന്നെ നമുക്ക് കണ്ടാലോ, രാവിലെ തന്നെ ഞങ്ങൾ ചായ തിളപ്പിക്കുന്നുണ്ട്. ഇത് ഓട്സ് ആണ് കേട്ടോ. ഓട്സ് പൊടിച്ച് നമ്മൾ കുറുക്കി ഉണ്ടാക്കുന്നതാണ്. ഇതിനകത്ത് ഞാൻ ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കളർ വരുന്നത്. അപ്പോൾ നല്ല തിക്കായിട്ട് വരും കേട്ടോ. ഇതുപോലുള്ള ശർക്കരയാണ് ഞാൻ അതിനകത്ത് ഇട്ട് കൊടുത്തത്. പിന്നീട് അതിനുശേഷം ഞാനും അമ്മ ഒരുങ്ങി രാവിലെ തന്നെ പോകുന്നത് ഒരു ക്ലോത്ത് സെൻ്ററാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അമ്മൂന് വൈറ്റ് കളർ യൂണിഫോം വാങ്ങണമായിരുന്നു. അങ്ങനെ ഇപ്പോൾ അമ്മ ഒരേ സമയം ഒരുപാടായി, എനിക്ക് കരോട്ടായ്ക്ക് ടൈമായി, അവിടെ പോകണമെന്നാണ് അമ്മ കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അതിനടുത്ത് തന്നെയാണ് അമ്മൂൻ്റെ സ്കൂള്. പിന്നെ അവിടെ പോയി കുറച്ച് നേരം ഒരു 1 hour അവിടെ ഇരുന്നു. അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ തിരിച്ച് ഞങ്ങൾ വരുന്ന വഴിക്ക് ബോട്ടിലൊക്കെ വാങ്ങിക്കാൻ കയറി. കാരണം അക്കുനും അമ്മൂനും കിച്ചനും ബോട്ടിൽ വാങ്ങണമെന്നുണ്ട്. 3 പേർക്കും ഒരേപോലത്തെ ബോട്ടിൽ വാങ്ങി. പക്ഷേ കളർ 3 ഡിഫറൻസ് ആയിട്ടാണ് വാങ്ങിയത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടാന്ന് വിചാരിച്ച് കളർ ചേഞ്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അമ്മ കൂടെ വീട്ടിലോട്ട് വന്ന് കയറുകയാണ്. വീട്ടിൽ അക്കു ഉണ്ട് കേട്ടോ. അക്കു വന്നിട്ടില്ലായിരുന്നു. അക്കുനെ ഞങ്ങൾ കൂടെ വരാൻ വിളിച്ചപ്പോൾ അക്കു വരുന്നില്ല. അക്കു എൻ്റെ കൂടെ ഉച്ച കഴിഞ്ഞ് പുറത്ത് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് ചില്ലി ചിക്കനും എഗ് റൈസും ആണ് കഴിക്കുന്നത്. എഗ് റൈസ് ചിക്കൻ റൈസൊക്കെ ഉണ്ടാക്കാൻ വളരെ പെട്ടെന്നാണ്, സിമ്പിളാണ് നമുക്ക്. അങ്ങനെ ഞങ്ങൾ വന്ന് ചില്ലി ചിക്കൻ ഇന്നലത്തെയാണ്. അപ്പോൾ ഞങ്ങളത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എഗ് റൈസ് ആണ് കഴിക്കുന്നത്. മക്കൾ ടൊമാറ്റോ സോസുമായിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ റൂമിലോട്ട് വന്ന് നോക്കിയപ്പോൾ ഇതേ അക്കുവിൻ്റെ വഞ്ചിയെല്ലാം പൊട്ടിച്ച് നോക്കുക ബാലൻസ് എത്ര രൂപ ഉണ്ടെന്ന്. കാരണം എന്താണെന്നറിയോ, നേരത്തെ ഉണ്ടായിരുന്ന പൈസ എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നേ. ബാലൻസ് ഇനി എത്ര രൂപ ഉണ്ടെന്ന് അവന് വഞ്ചി പൊട്ടിച്ച് നോക്കുകയാണ്. അങ്ങനെ ഞാനും ഒക്കെ കൂടെ പിന്നീട് ഒരുങ്ങി വന്ന് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പിൽ വരികയാണ് കേട്ടോ. അമ്മു വന്നിട്ടില്ലായിരുന്നു, ഞാനും ഒക്കെ മാത്രമാണ് വന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് പാത്രങ്ങളും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു കേട്ടോ. അത് കാരണം ഞാൻ അക്കുനെയും വിളിച്ചുകൊണ്ടാണ് വന്നത്. അമ്മു ടയേർഡായി, എനിക്കിനി വയ്യെന്ന് പറഞ്ഞാൽ അമ്മു വീട്ടിലിരിപ്പുണ്ട്. അപ്പോൾ അക്കുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളായിരുന്നത്. അങ്ങനെ വന്നു. ഞങ്ങൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഇവിടെ എടുത്തപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ്. ഒരുപാട് ഉണ്ടായിരുന്നല്ലോ. അത് കാരണം ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ കുറേ പാത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അങ്ങനെ സമയം കിട്ടാറില്ല. ഇന്ന് കിച്ചു ഷോപ്പിൽ പോയിരിക്കുന്നത് കാരണമാണ് ഈ സമയം കിട്ടുന്നത്. ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് സ്കൂൾ ലീവ് ആയതുകൊണ്ടാണ് മക്കളെയും കൊണ്ട് ഞാൻ വന്നത്. എനിക്ക് ഒറ്റയ്ക്ക് കടയിലൊക്കെ പോകുന്നത് ഇഷ്ടമല്ല കേട്ടോ. എൻ്റെ കൂടെ ആരെങ്കിലും ഒരാൾ കൂട്ടിന് വേണം. അത് കാരണം ഒന്നീ അമ്മു വേണം, അല്ലെങ്കിൽ അക്കു വേണം, അല്ലെങ്കിൽ കിച്ചു വേണം. ആരും ഇല്ലാതെ ഞാൻ പോകത്തില്ല. അല്ലെങ്കിൽ ഇക്ക വേണം കേട്ടോ. ഇക്കയ്ക്ക് പിന്നെ ഒന്നിനും സമയം കിട്ടാറില്ലല്ലോ. അത് കാരണം ഞാൻ മക്കളെ വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ പാത്രമൊക്കെ എടുത്ത് ഞങ്ങൾ പാഴ്സൽ ചെയ്ത് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് വരികയാണ്, ഞാനും അക്കുവും കൂടെ കേട്ടോ. അമ്മ ഇപ്പോൾ വീട്ടിലുണ്ട്. ഇത് ഷോപ്പ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഒരു 5 minutes ഉള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന്. അങ്ങനെ പിന്നെ അയൺ ചെയ്യാൻ കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഡ്രസ്സൊക്കെ ഇവിടെ അയൺ ചെയ്യാൻ ഈ ചേട്ടൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അയൺ ചെയ്യാൻ കൊടുത്തു. ഡ്രസ്സൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്ന് കയറുകയാണ്, ഞാനും അക്കുവും കൂടെ. വന്ന് കയറിയപ്പം അപ്പം തന്നെ ഒരു സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മു ഉണ്ട് വീട്ടിൽ. അപ്പം അമ്മുനെ കൊണ്ട് അക്കുട്ടൻ പാത്രമൊക്കെ കാണിക്കുകയാണ്. ഞങ്ങൾ വാങ്ങിച്ചത് എന്തൊക്കെയാണെന്നുള്ളത് അമ്മുനെ കാണിക്കുകയാണ്, ഇതൊക്കെയാണ് വാങ്ങിച്ചതെന്ന്. പിന്നെ അതിന് ശേഷം മക്കൾക്ക് സൂപ്പ് വേണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വന്ന ഉടനെ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കി കൊടുത്തു. അവർക്ക് സൂപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർക്ക് മാത്രമല്ല എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ചിക്കനും ക്യാരറ്റും അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം കൂടി ഇട്ട് നല്ല പെട്ടെന്ന് തന്നെ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കി ഞങ്ങൾ 3 പേരുടെ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം പിന്നെ മക്കൾക്ക് പിന്നെ പഠിക്കാനൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അവർ പോയിരുന്ന് പഠിക്കാൻ പോവാ, എഴുതാൻ പോകാമെന്നൊക്കെ അവർ പോയിരുന്ന് എഴുതുവാണ്. പിന്നെ ഞാൻ അവിടെ ടേബിളിൻ്റെ അവിടെ കൊണ്ട് കൊടുത്തു. അവർ സൂപ്പ് കുടിച്ചുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞു പഠിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്ന് അവിടെ ഇരുന്ന് പഠിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേറൊരു സാധനം ഉണ്ടാക്കുന്നത് കാണിച്ചു തരാവേ. ഇത് ഗ്രീൻ പീസ് ആണ് കേട്ടോ. ഗ്രീൻ പീസ് നിങ്ങളാരും ഇങ്ങനെ ചെയ്യാറുണ്ടോ? ഗ്രീൻ പീസ് നന്നായിട്ട് വേവിച്ചിട്ട് നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മുളക് പൊടി ഇട്ടിട്ട് ഇതിനകത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നല്ല കുറച്ച് ഉപ്പൂടിട്ട് നല്ല ടേസ്റ്റാണ്. എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ ഗ്രീൻ പീസ് കൊടുത്താൽ കഴിക്കത്തില്ല. ഇങ്ങനെ ഫ്രൈ ആക്കി കൊടുക്കാമെങ്കിൽ ഒരു കഴിച്ചോളും കേട്ടോ. നല്ലൊരു ഡിഫറൻസ് ടേസ്റ്റ്. നല്ലതായിട്ട് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അങ്ങനെ പിന്നെ അത് ഉണ്ടാക്കി മക്കൾക്ക് പഠിക്കുന്നിടത്ത് അങ്ങോട്ട് കൊടുത്തു. പിന്നെ അവർ പഠിച്ചതിന് ശേഷം എന്നെ കാണാതെല്ലാം പറഞ്ഞ് കേൾപ്പിക്കുവാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ രാത്രി ഞങ്ങൾക്ക് പാലും ചപ്പാത്തിയും പിന്നെ എന്താണ് പ്രൗൺസ് തീയലാണ് കേട്ടോ. തീയലെന്ന് പറഞ്ഞാൽ അറിയാം, വറുത്തരച്ചുണ്ടാക്കുന്നത് കിഴങ്ങും മുരിങ്ങയ്ക്കൊക്കെ ഇട്ട്. അങ്ങനെ പിന്നെ ഞാൻ മക്കൾക്ക് അതും എടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. അവർക്ക് ഒരുപാട് ഇന്ന് എഴുതാനുണ്ട് കേട്ടോ. ഹോംവർക്ക് ഉണ്ടായിരുന്നു. സാറ്റർഡേ സൺഡേ അവർക്ക് ഒരുപാട് ഹോംവർക്ക് കൊടുത്തു വിടുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു.